ന്യൂസ് 20യിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് എടേറ്റിൽ കാഞ്ഞിരമുക്ക് പർവീൻ ഡ്രസ് ബാങ്കിന് മുന്നിലാണ്. സലാമാസ്റ്റർ ഭാര്യ നടത്തുന്ന സംരംഭമാണ്. നമുക്ക് സലാമാസ്റ്ററോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. മാഷ് നമ്മോടൊപ്പമുണ്ട്. മാഷോട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും. പർവീൻ ഡ്രസ് എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? എന്താണ് ഇതിൻ്റെ പ്രചോദനം? ജനങ്ങൾക്കുള്ള ഇതുകൊണ്ടുള്ള കാര്യങ്ങളെന്താണ്? അതിനെപ്പറ്റി മാഷൊന്ന് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുക്കാം. പർവീൻസ് ഡ്രസ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം വസ്ത്രങ്ങൾ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നുണ്ടാവും. അൺസൈസ് ആവുന്നത്, ഫാഷൻ ഔട്ട് ആവുന്നത്, അതുപോലെ ചിലപ്പോൾ നമ്മുടെ മനസ്സിന് അങ്ങനെ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ നമ്മൾ വേഗം ഒഴിവാക്കും. അങ്ങനെ നമ്മൾ വേഗം ഒഴിവാക്കുന്ന നല്ല വസ്ത്രങ്ങൾ അത് കളക്ട് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്രസ് ബാങ്ക് ചെയ്യുന്ന കാര്യം. ഇതിൽ ഇപ്പോൾ മറ്റുള്ളവർക്ക് ഉള്ള പ്രചോദനങ്ങൾ, അതായത് നിങ്ങളെ ഈ സംരംഭം കണ്ടിട്ട് വേറെ ആരോ ഈ സംരംഭം തുടങ്ങാനുള്ള ഉദ്ദേശങ്ങളുണ്ടോ? നിങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട്? തീർച്ചയായിട്ടും നമ്മൾ 2 വർഷമായി ഇത് തുടങ്ങി. ഒരുപാട് ആളുകൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലും തുടങ്ങാനുള്ള ഉദ്ദേശമുണ്ട്. അവരോട് വരികയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാണുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ അവരുടെ നാടുകളിലൊക്കെ അത് തുടങ്ങണമെന്ന് ആഗ്രഹം അവർക്കുണ്ട്. ഞാനും അത് വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഇവിടെ തിരക്ക് കുറയും, മാത്രമല്ല എല്ലാ നാട്ടിലും ഇത് ആവശ്യമാണ്. ഒരുപാട് സാമ്പത്തികമായി ആശ്വാസം കിട്ടുന്നുണ്ട് പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്നത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വസ്ത്രം ധരിക്കണം, നല്ല വൃത്തിയായിട്ട് നടക്കണമെന്നുള്ളതാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മുടെ വീടുകളിലൊക്കെ വെറുതെ കിടക്കുകയാണ്. നമുക്കൊരു പണച്ചെലവില്ലാതെ നമുക്ക് സാധുക്കളായ ആളുകളെ സഹായിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഡ്രസ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ടാണെങ്കിൽ ഈ എടുത്തു പോകാന്നൊക്കെ ആയിരിക്കും കസ്റ്റമേഴ്സ് വിചാരിക്കുക. കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ടാണെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? മാഷ് എന്താണ് കാര്യങ്ങൾ അവർക്ക് പറയുന്നത്? നമ്മൾ ഈ കിട്ടുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ഈ കാണുന്ന പോലെ നമ്മൾ എല്ലായിടത്തും ഓരോ ഇനം തിരിച്ചിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. അത് ആളുകൾക്ക് ഇവിടെ വന്നാൽ അവർക്ക് അതനുസരിച്ച് സൗകര്യപൂർവ്വം ഒരു ടെക്സ്റ്റൈൽസിൽ എന്ന പോലെ എടുക്കാവുന്നതാണ്. അവർക്ക് ഇവിടെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. വേഗം തന്നെ അവർക്ക് ആവശ്യമായത് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ എടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് വാരി വലിച്ചെടുത്തിട്ട് അവർ കൊണ്ടുപോകാൻ പറ്റില്ല. അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവരെ പേര് രജിസ്റ്റർ ചെയ്യുക, ആ കുടുംബത്തെ രജിസ്റ്റർ ചെയ്യും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും അവരുടെ തൊഴിൽ, അവരുടെ പ്രായം, ഇതൊക്കെ നമ്മളെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും അതേ കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ഒരു കാർഡ് അവർക്ക് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ കാർഡിൽ അവരുടെ ആ പേജിൻ്റെ നമ്പറും കാണും. പിന്നീട് വരുമ്പോഴൊക്കെ അവർ ആ കാർഡ് കൊണ്ടുവരണം. 2 മാസത്തിലൊരിക്കൽ വരാൻ പാടുള്ളൂ. ഒരു തവണ വന്നാൽ ആ വീട്ടിൽ രേഖപ്പെടുത്തിയ അംഗങ്ങൾക്കെല്ലാം 2 സെറ്റ് ഡ്രസ്സുകൾ എടുക്കാം, 2 ജോഡി വസ്ത്രങ്ങൾ എടുക്കാൻ പറ്റും. അല്ലാതെ അവരിഷ്ടത്തിന് ഒരുപാട് വാരി ഒരാൾ തന്നെ കൊണ്ടുപോകുക എന്നുള്ള സിസ്റ്റം ഇല്ല. ഈ ഭാര്യയും ഇതിന് പ്രചോദനമാണല്ലോ. ഭാര്യയും മാഷും തുടങ്ങിയ സംരംഭമാണ്. ഭാര്യ ഭാഗത്തുനിന്ന് എന്താണ് മാഷിക്കുണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം എന്നിലേക്ക് ഇട്ടത് എൻ്റെ ഭാര്യയാണ്. അവൾ ഒരു താമരശ്ശേരി ഒരു സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സ്കൂളിൻ്റെ സറൗണ്ടിങ്സിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. ആ ആളുകൾ വസ്ത്രത്തിന് പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ ആദ്യം അവിടെ പഠിച്ചിരുന്ന കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇവിടെ എൻ്റെ മക്കൾ ചെറുതായിരുന്നപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ അതിന് വല്ലാത്ത ഡിമാൻഡ് ഉണ്ടായി. പിന്നെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ചുറ്റുവട്ടത്തു നിന്ന് നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ ഉള്ളത് അവിടെ കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി ആ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് സ്കൂളിൽ വെച്ച് വിതരണം ചെയ്യും. അപ്പം ഞാൻ സർവീസിൽ നിന്ന് പിരിഞ്ഞപ്പോൾ അവളാ പറഞ്ഞത്, ഏതായാലും ഇതുവരെ നമുക്ക് വേണ്ടിയല്ലേ നമ്മൾ ജോലി ചെയ്തത്, ഇനി നമുക്ക് നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൂടെ എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആശയം പറയുകയും വളരെ ചെറിയ തോതിലാണ് നമ്മളിത് ഇവിടെ ആരംഭിച്ചത് കോണിക്കൂട്ടിൽ 2 വർഷം മുമ്പ്. പക്ഷേ ആളുകൾ അത് അങ്ങ് ഏറ്റെടുത്തു. നാട്ടുകാർ ധാരാളമായി വസ്ത്രം കിട്ടാൻ തുടങ്ങി, അതുപോലെ ആവശ്യക്കാരും ധാരാളം ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഈ ഡ്രസ് ബാങ്ക് വല്ലാതെ അങ്ങ് വളർന്നു, നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറം. എനിക്കിപ്പോൾ ഇവിടെ തന്നെ ഇത് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും ഉണ്ട്. നമുക്ക് ഡ്രസ്സുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് വെക്കുകയാണ്, ആവശ്യത്തിന് ഇങ്ങോട്ട് എടുത്തിട്ട് വരിക ചെയ്യുന്നത്. ഒരു പ്രാവശ്യം കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ആ കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നത്?
അത് പിറ്റേന്ന് വരാവൂ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഉണ്ട്. മാഷിന് വ്യക്തമായിട്ടൊരു നിയമമുണ്ട് അത്. 2 മാസം കഴിഞ്ഞിട്ടേ പിന്നെ വരാൻ പാടുള്ളൂ. ഡേറ്റ് അവരുടെ കാർഡിൽ നമ്മൾ രേഖപ്പെടുത്തും. അപ്പോൾ പിന്നീട് അവർ വരേണ്ടത് 2 മാസം കഴിഞ്ഞിട്ടാണ്. അല്ലാതെ ഇന്ന് വന്നു അടുത്ത ആഴ്ചയും വന്നു അങ്ങനെ എടുത്തിട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മുടെ നാട്ടുകാരായ ആളുകൾക്ക് സൗകര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ജില്ലകൾ, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ധാരാളം ആളുകൾ വരുന്നുണ്ട്. കണ്ണൂർ, വയനാട്, മലപ്പുറം, തൃശ്ശൂർ, ഇങ്ങനെ 5 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമുക്ക് വസ്ത്രം കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ എല്ലാവരും കൊടുക്കേണ്ടതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെറിയ ഒരു കണ്ടീഷനൊക്കെ വെക്കുന്നുണ്ട്. നല്ല ഒരു സംരംഭമാണ് സലാമാഷ് ഇവിടെ തുടങ്ങിയത്. എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. മാഷെ എത്രയോ പേർ സമീപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്താണെന്ന് ചോദിച്ച് മാഷത്ത് ഇത്ര ആൾ വരികയും ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇത് എല്ലാ ആളുകളും എല്ലാ നാട്ടിലും തുടങ്ങണമെന്നാണ്. കാരണം നമ്മളൊക്കെ വീടുകളിൽ ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ മാത്രമല്ല, ചെരുപ്പ്, ഷൂ, കൊട, ബാഗ്, സ്കൂൾ ബാഗ്, ഇങ്ങനെ പിടിച്ച എല്ലാ സാധനങ്ങളും, ഇതിന് ഫേർണിച്ചർ വരെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. വീടുകളിൽ വെറുതെ ഇട്ടിട്ട് കിടക്കാൻ പായില്ലാത്തവർ, ബെഡില്ലാത്തവർ, ബെഡ്ഷീറ്റ് ഇല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. നമുക്കത് അറിയാനിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ സഹായമാണ് അത്. നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തിട്ട് എല്ലാ നാടുകളിലും ഇങ്ങനെ ഒരു ഡ്രസ് ബാങ്ക് ഓപ്പൺ ആക്കുകയും ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അത് സഹായമാവുകയും ചെയ്യും. മാത്രമല്ല, നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ സാധനങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്നൊരു പുണ്യം കിട്ടുന്നതിന് പുറമെ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് കൂടിയാണ് നമ്മുടെ ഇതിലൂടെ പരിഹരിക്കപ്പെടുന്നത്. അത് ആ നിലക്ക് അത് വളരെ സഹായമുള്ളൊരു കാര്യമാണ്. രാഷ്ട്രത്തിനും സഹായമാണ്, നമ്മുടെ നാടിനും അതേ ഏറെ സഹായമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും തുടങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറമാൻ അഫ്സൽ കാഞ്ഞിരമുക്കിനോടൊപ്പം സുബൈർ കാഞ്ഞിരമുക്ക്.